പാലക്കാട് കൂട്ടക്കൊല നടന്ന രാംനാരായൺ ബൈയുടെ മൃതശരീരം പോസ്റ്റ്മോർട്ടം നടത്തിയ പോലീസ് സർജൻ ഡോക്ടർ ഹിതേഷ് ശങ്കർ നമ്മോടൊപ്പം വളരെ വൈകാരികമായാണ് ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പ്. എന്തുകൊണ്ടാണ് താങ്കൾ ഇത്തരത്തിലൊരു കുറിപ്പ് പങ്കുവച്ചത്? കാരണം താങ്കൾ ആദ്യമായി ചെയ്തൊരു പോസ്റ്റ്മോർട്ടം അല്ല ഇത്, എന്നിട്ടും ഈ ഒരു വിവരം പങ്കുവയ്ക്കാൻ തോന്നിയിട്ടുണ്ടോ? അതെ, നിരവധി പോസ്റ്റ്മോർട്ടം പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും ഈ പരിശോധനയിലൂടെ ഒരു സാധാരണ ഒരു മനുഷ്യൻ, ജോലി തേടി നമ്മുടെ നാട്ടിലെത്തിയ ഒരു മനുഷ്യനെ അതിക്രൂരമായി നമ്മളുടെ പ്രബുദ്ധരെന്ന് പറയുന്ന നമ്മളുടെ കേരളീയ സമൂഹം തച്ചു കൊല്ലാനുള്ള സാഹചര്യം ഉണ്ടായത് വളരെ വേദന തോന്നുന്ന ഒരു സംഭവമായതുകൊണ്ടാണ് ആ പോസ്റ്റ് ഇട്ടത്. ഇത് പൊതുസമൂഹം കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ആൾക്കൂട്ട മർദ്ദനം അല്ലെങ്കിൽ ഒരു കൂട്ടമർദ്ദനം മൂലം ഒരാൾ മരിക്കുമ്പോൾ ആണെങ്കിൽ അത് ഒരു കുറ്റകൃത്യമാവാതിരിക്കുന്നില്ല. എന്തു തന്നെയായാലും നമുക്ക് നിയമത്തിൽ വിശ്വസിക്കുന്ന നമ്മളെപ്പോലെ ആളുകൾ, പ്രത്യേകിച്ചും കേരള സമൂഹം, നിയമത്തിനെ എപ്പോഴും അപ്ലിഫ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് വേണ്ടിയിരുന്നത്. പക്ഷേ നമ്മൾ ഒരു മൃഗത്തിനോട് തുല്യം ഒരു കാടൻ സ്വഭാവം എടുത്തുകൊണ്ട് ഒരു സാധാരണ ഒരു പാവപ്പെട്ട മനുഷ്യനെ തച്ച് കൊല്ലാനുള്ള സാഹചര്യം, അത് നമ്മൾ ഒരിക്കലും നമ്മളുടെ സമൂഹത്തിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ലാത്ത ഒരു സംഭവമാണ്. അതിഥികളെ ബഹുമാനിക്കുന്ന നമ്മളുടെ കേരളം, നമ്മളുടെ കേരളീയർ ഇത്തരം കാര്യങ്ങൾ ചെയ്തത് എനിക്കത് അംഗീകരിക്കാനായില്ല. അതുകൊണ്ടാണ് ഞാൻ ആ പോസ്റ്റ്മോർട്ടം ഫൈൻഡിങ്സ് ഞെട്ടിപ്പോയി അല്ലേ? പരിക്കലില്ലാത്ത ഭാഗങ്ങളില്ല. അതെ 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 പോസ്റ്റ്മോർട്ടം പരിശോധനയിലൂടെ അയാളുടെ ശരീരത്തിലെ മുറിവുകളും അതിൻ്റെ പാടുകളും കണ്ടപ്പോൾ ഇത്രയധികം ആൾക്കാർ കൂടി വർദ്ധിച്ചു എന്ന് ഒരു ഫിസിക്കലി ഞാൻ ഡയറക്റ്റ് വിറ്റ്നസ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, അത് അംഗീകരിക്കാനുള്ളൊരു നമ്മളുടെ കേരളീയർ അത് ചെയ്തു എന്ന് അംഗീകരിക്കാനുള്ളൊരു വിഷമം, അതുകൊണ്ടായിരുന്നു അത് പറഞ്ഞു. മരണകാരണം രക്തസ്രാവമാണ്. അതെ അതെ മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് ഈ സ്കാനിങ്ങിൽ നിന്നൊക്കെ വ്യക്തമായത്? അല്ല, പോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്ക് മുന്ന് സ്കാൻ ചെയ്യുക എന്നുള്ളത് അതൊരു രീതിയായി മാറേണ്ടിയിരിക്കുന്നു. അതായത് നമ്മൾ ഈ കൺവെൻഷണൽ ഓട്ടോപ്സി എന്ന് പറയുന്നത് ശരീരം മുറിച്ച് നോക്കുന്ന ഒരു രീതിയാണ്. ഈ ശരീരം മുറിച്ച് നോക്കുന്നതിന് മുമ്പ് എല്ലാ പോസ്റ്റ്മോർട്ടം പരിശോധന പറ്റുന്നതൊക്കെ, ചില പോസ്റ്റ്മോർട്ടം പരിശോധന നമുക്ക് മുറിക്കാതെ തന്നെ കൺവെൻഷണൽ ഓട്ടോപ്സിയിൽ അത് വിട്ടുകൊടുക്കാൻ സാധിക്കും. പക്ഷേ ചില ഓട്ടോപ്സികൾ, പ്രത്യേകിച്ചും ഇത്തരം കൊലപാതകം, അതുപോലെ കസ്റ്റഡി മരണം പോലെയുള്ള പോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്ക് മുമ്പ് റേഡിയോളജി എക്സാമിനേഷൻ നടത്തുകയാണെങ്കിൽ നമുക്കതൊരു ടൂളായിട്ട് ഉപയോഗിക്കാം. കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഏത് ഭാഗത്താണ് കൂടുതൽ ശ്രദ്ധ ചുമത്തേണ്ടത്, അല്ലെങ്കിൽ ഒരു ഓട്ടോപ്സി പ്ലാൻ ചെയ്യാനുള്ള കാരണങ്ങൾ നമുക്ക് കൂടുതൽ വ്യക്തമാകും. അപ്പോൾ ഏതൊക്കെ ഭാഗം വ്യക്തമായിട്ട് നോക്കണം, അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗത്ത് നമ്മൾ മിസ്സാവാൻ പാടില്ല എന്ന് നമുക്ക് കൂടുതൽ വ്യക്തമാകും. അപ്പോൾ അതൊരു ടൂളായിട്ട് ഉപയോഗിക്കാവുന്ന ഒന്നാണ്. പക്ഷേ ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റില്ലെങ്കിലും ഒരു ടൂളായിട്ട് ഉപയോഗിച്ചതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ കേസിലും പല കാര്യങ്ങളും അതിൽ നിന്ന് കൂടുതൽ വ്യക്തമായിരുന്നു. അതൊരു ഫിസിക്കൽ എവിഡൻസും കൂടിയാണ്. താങ്ക് യു. തൃശ്ശൂരിൽ നിന്നും അനീഷ് കാഞ്ഞങ്ങാടിനൊപ്പം നടരാജ് പരശുറാം, മീഡിയ.